യെസ് ഹലോ എവരിവൺ. നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഡിസ്ചാർജ് അല്ലെങ്കിൽ ടെർമിനേഷൻ ഓഫ് കോൺട്രാക്ട് അതിനെ കുറിച്ചാണ്. ഓക്കെ, ഡിസ്ചാർജ് അല്ലെങ്കിൽ ടെർമിനേഷൻ ഓഫ് കോൺട്രാക്ട്. ടെർമിനേഷൻ ഓഫ് കോൺട്രാക്ട്. ഓക്കെ, ഒരു കോൺട്രാക്ട് ഇസ് സെഡ് ടു ബി ഡിസ്ചാർജ്. നമുക്ക് ഈ ഒരു കോൺട്രാക്ട് ആക്ടിന്റെ വേർഡിങ്സിൽ തന്നെ പറയുകയാണെങ്കിൽ a contract is said to be discharged when rights and obligations are എക്സ്റ്റിംഗ്വിഷ്ഡ്. അത് പറഞ്ഞാൽ ഒരു സിമ്പിൾ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്കൊരു കോൺട്രാക്ട് നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടാവും, നമുക്ക് ചെയ്യാനുണ്ടാവും. ആ കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞ് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ദെൻ എ കോൺട്രാക്ട് എക്സിസ്റ്റ്. ദാറ്റ് ഈസ് റൈറ്റ്സ് ഉണ്ട് നമുക്ക് കുറച്ച്. ആ കോൺട്രാക്റ്റിൽ നിന്ന് നമുക്ക് എന്താണ് വാട്ട് യു ക്യാൻ ഗെറ്റ്. ആ കോൺട്രാക്ടിന് വാട്ട് യു ക്യാൻ ഗെറ്റ്. അതേപോലെ ദർ ആർ ഡ്യൂട്ടീസ്. ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ വാട്ട് യു മസ്റ്റ് ഡു. വാട്ട് യു മസ്റ്റ് ഡു. ഓക്കെ, അങ്ങനെ ഒരു ഈ രണ്ടും കഴിഞ്ഞു നോക്കുക. നമുക്ക് കിട്ടാനുള്ള റൈറ്റ്സ് കിട്ടിക്കഴിഞ്ഞു, ചെയ്യാനുള്ള ഡ്യൂട്ടീസ് ചെയ്തു കഴിഞ്ഞു, ദെൻ ദാറ്റ് കോൺട്രാക്ട് ബോത്ത് ദി കോൺട്രാക്ട് കംസ് ടു ആൻ എൻഡ്. ഓക്കെ, അവിടെ ഒരു ടെർമിനേഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് നടക്കുകയാണ്. ഉദാഹരണം പറയാണ്, ഒരു എ അഗ്രീസ് ടു സെൽ ഹിസ് ഫോൺ ടു ബി for rupees 10k. So B pays the money 10k, A gives his phone. So contract is finished, that is discharged. Okay. ഇനി മോഡ്സ് ഓഫ് ഡിസ്ചാർജ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് പലതരത്തില് ആണ് ഡിസ്ചാർജ് സംഭവിക്കുന്നത്. ദാറ്റ് ഇസ് അത് പെർഫോമൻസ് ഡിസ്ചാർജ് ഉണ്ട്, മ്യൂച്വൽ അഗ്രിമെന്റ് ഉണ്ട്, ലാപ്സ് ഓഫ് ടൈം ഉണ്ട്, ഓപ്പറേഷൻ ഓഫ് ലോ ഉണ്ട്, impossibility ഉണ്ട്, ബ്രീച്ച് ഉണ്ട്. Okay, these all things you will study later in later classes. Now we can focus on performance. Okay, performance of contract. Performance of contract. അത് പറഞ്ഞാൽ those who are party to the contract, അവര് they must either perform or offer to perform their promises. അതായത് ബോത്ത് പാർട്ടീസ് അവർ ശരിക്കും അവരുടെ പ്രോമിസ് നിറവേറ്റണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ട്രൈ ഓഫർ ടു ഡു ഇറ്റ്. ഉദാഹരണത്തിന് ഇപ്പോ A agrees to deliver goods to B. Okay, A ഡെലിവർ ചെയ്തു എന്ന് വെക്കാം, ഗുഡ്സ് ഡെലിവർ ചെയ്തു B. ദാറ്റ് ഇസ് വെൽ ആൻഡ് ഗുഡ്. ഇപ്പൊ A ഡെലിവർ ചെയ്യാൻ വേണ്ടി ഇവിടം വരെ വന്നു, ബി അടുത്ത് വന്നു, പക്ഷെ B പറഞ്ഞു നോ, റെഫ്യൂസ് ചെയ്തു. ദാറ്റ് ഈസ് ഓൾസോ ഓക്കെ, ഓഫർ ഇസ് മെയ്ഡ് അല്ലെ. ദാറ്റ് ഇസ് അവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ പെർഫോമൻസ് ഇസ് ഡൺ. കാരണം എ പോയി ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ബി റെഫ്യൂസ് ചെയ്തുകൊണ്ടാണ് കൊടുക്കാത്തത്. ഓക്കെ, അതൊരു സംഭവം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി പെർഫോമൻസ് ഈസ് നോട്ട് റിക്വയർഡ് ഇഫ് ലോ സേസ് ഇറ്റ്സ് നോട്ട് നീഡഡ്. അതായത് ഇപ്പൊ ഒരു കോൺട്രാക്ട് മ്യൂച്വലി ക്യാൻസൽ ചെയ്ത് വെക്കുക, അങ്ങനെ വരുമ്പോൾ നോ നീഡ് ടു പെർഫോം. അതർവൈസ് ദിസ് ഇസ് ദ മോഡ് ഓഫ് പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്ട്. ഓക്കെ, ഇനി പ്രോമിസർ, ഇപ്പോ എ ആണ് പ്രോമിസ് ചെയ്ത് ബിക്ക് ഡെലിവർ ഓഫ് ഗുഡ്സ് ചെയ്യാൻ. എ മരണപ്പെട്ടു എന്ന് വെക്കാം. വാട്ട് ഹാപ്പൻസ്, ആളുടെ ലീഗലേഴ്സ് പറഞ്ഞാൽ മക്കള്, ഭാര്യ, അവർക്ക് അത് പെർഫോം ചെയ്യണം. ഓക്കെ, എയുടെ ലീഗലേഴ്സ് ആണ് അത് പെർഫോം ചെയ്യാനുള്ള ഉത്തരവാദിത്വം. അല്ലാതെ ബിക്ക് ഡെലിവറി ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, അൺലെസ് കോൺട്രാക്ട് സൈസ് അതർവൈസ്. കോൺട്രാക്ടിൽ അങ്ങനെ എന്തെങ്കിലും പ്രത്യേക മരണപ്പെട്ട ഡെലിവറി ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അല്ലെങ്കിൽ ഇപ്പൊ എ ബിക്ക് ഒരു കുതിരനെ കൊടുക്കാന്ന് പറഞ്ഞു വെക്കാം. എ മരണപ്പെട്ടു, അതിനുശേഷം എയുടെ ലീഗൽ ഹെയർസ്, അതായത് എയുടെ ഫാമിലി മെമ്പേഴ്സ്, ലീഗൽ ഹെയർസ് മസ്റ്റ് ഡെലിവർ ദാറ്റ് ഹോഴ്സ് ടു ദ ബി. ഓക്കെ, ഓക്കെ. ടെൻഡർ ഓഫ് പെർഫോമൻസ്. എപ്പോഴാണത് പെർഫോമൻസ് നടന്നെന്ന് വെക്കുക, ഓഫർ കൃത്യമായിട്ട് നടപ്പിലാക്കി എന്ന് പറയുന്നതിനാണ് നോക്കുന്നത്. ടെൻഡർ ഓഫ് പെർഫോമൻസ്.
സംടൈംസ് ആക്ച്വലി ദ ഓഫർ ടു പെർഫോം ഈസ് ഇനഫ്. അതായത് ഇപ്പൊ നമ്മൾ ഒരു ഇപ്പൊ എ എന്ന് പറഞ്ഞ ആള് എയും ബിയും തമ്മിൽ കോൺടാക്ട് എത്തി ആൻഡ് എ ട്രൈസ് ടു ഡു ഹിസ് ട്രൈ ടു പെർഫോം ഹിസ് ഡ്യൂട്ടീസ്. പക്ഷെ ബി റെഫ്യൂസ് ചെയ്യാണ്. ബട്ട് എ ഈസ് ഫ്രീ ഫ്രം ഹിസ് ലയബിലിറ്റി. ഓക്കെ, കാരണം ബി റെഫ്യൂസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, എ ഈസ് നോട്ട് റെസ്പോൺസിബിൾ എനിമോർ. ബി റെഫ്യൂസ് കഴിഞ്ഞാൽ ക്ലിയർ. ദാറ്റ് ഈസ് സംടൈംസ് ഓഫർ ടു പെർഫോം ഈസ് ഇനഫ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ എക്ക് എന്തെങ്കിലും നഷ്ടം വന്നു ഈ ബി റെഫ്യൂസ് ചെയ്തുകൊണ്ടെങ്കിൽ ദെൻ എ ക്യാൻ ഗോ ടു ദ കോർട്ട് ആൻഡ് സ്യൂ ബി. ഓക്കെ, ബിക്കെതിരെ കേസ് കൊടുക്കാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. ഓക്കെ, ഇനി ഒരു വാലിഡ് ടെൻഡർ ആവണമെങ്കിൽ എന്തൊക്കെയാണ്, അതായത് വാലിഡ് ഓഫർ ആവണമെങ്കിൽ അല്ലെങ്കിൽ വാലിഡ് പ്രോമിസ് ആവണമെങ്കിൽ എന്തൊക്കെയാണ് കണ്ടീഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കണ്ടീഷൻസ് ഓഫ് എ വാലിഡ് ടെൻഡർ. കണ്ടീഷൻസ് ഓഫ് എ വാലിഡ് ടെൻഡർ. അതായത് ആദ്യം തന്നെ പറയുന്നത് മസ്റ്റ് ബി അൺകണ്ടീഷണൽ എന്നാണ്. അതായത് മസ്റ്റ് ബി വെക്കുന്ന ഓഫറിൽ യാതൊരുവിധ കണ്ടീഷൻ ഉണ്ടാവാൻ പാടില്ല. അതായത് നോക്കോ, അപ്പൊ പറയാണ് ഐ ആം റെഡി ടു ഡെലിവർ ആസ് എഗ്രീഡ് എന്ന് എ ബിയോട് പറയാണ്. അതിലൊരു കണ്ടീഷനും ഇല്ല. ദാറ്റ് ഈസ് എ വാലിഡ് ടെൻഡർ. പക്ഷെ എ ബിയോട് പറയാണ് ഐ വിൽ ഡെലിവർ ഓൺലി ഇഫ് യു പേ എക്സ്ട്രാ. അവിടെ ഒരു കണ്ടീഷൻ വന്നു. അങ്ങനെ ഒരു കണ്ടീഷൻ ഒരിക്കലും വാലിഡ് ടെൻഡറിൽ വരാൻ പാടില്ല. ഇത്രേ ഉള്ളൂ, അത്ര മനസ്സിലാക്കിയാൽ കേട്ടോ. ദെൻ ദർ മസ്റ്റ് ബി എ പ്രോപ്പർ ടൈം ആൻഡ് പ്ലേസ് ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഈസ്, ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രോപ്പർ ടൈം ആൻഡ് പ്ലേസ് മെൻഷൻഡ് ആയിരിക്കണം. അതായത് ഡെലിവർ അറ്റ് 10 AM അറ്റ് യുവർ ഷോപ്പ്. കൃത്യമല്ലേ, 10 മണിക്ക് ഡെലിവറി ചെയ്യാൻ സമയമുണ്ട്, സ്ഥലം യുവർ ഷോപ്പ്, അത് ഓക്കെയാണ്. യു ഗോ അറ്റ് 10 PM എന്ന് വെറുതെ വോയിഡ് ആയി പറഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട്, ദാറ്റ് ഇസ് ഇൻവാലിഡ്. അതൊരു പ്രോപ്പർ വാലിഡ് ടെൻഡർ അല്ല എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് മസ്റ്റ് ഷോ വില്ലിംഗ്നെസ് ആൻഡ് ഹാവ് എബിലിറ്റി. മസ്റ്റ് ഷോ, ഇതൊക്കെ ഒരു കണ്ടീഷൻസ് ഓഫ് എ വാലിഡ് ടെൻഡർ ആണ് പറയുന്നത് കേട്ടോ. മസ്റ്റ് ഷോ വില്ലിംഗ്നെസ് ആൻഡ് എബിലിറ്റി. ഉദാഹരണത്തിന് നിങ്ങൾ റെഡിയുമായിരിക്കണം ആ കോൺട്രാക്റ്റിൽ പറയുന്ന കാര്യം ചെയ്യാൻ. അതേപോലെ തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവണം. ഉദാഹരണത്തിന് ഐ വിൽ പേ യു റുപ്പീസ്, ഐ വിൽ പേ എന്ന് പറയുന്നുണ്ട്. ഒരു സാധനം ഡെലിവറി കിട്ടിയ ഐ വിൽ പേ എന്ന് പറയുന്നുണ്ട്. ബട്ട് ഐ ഹാവ് നോ മണി എന്നാണ് അതിൽ പറയുന്നെങ്കിൽ അത് വാലിഡ് ടെൻഡർ ആണോ? ഒരിക്കലും അല്ല. കാരണം എന്താണ്, ഇവിടെ വില്ലിംഗ്നെസ് ഉണ്ട്, ഐ വിൽ പേ എന്ന് പറയുന്നുണ്ട്. പക്ഷെ എബിലിറ്റി ഇല്ല, കാരണം അയാളുടെ പൈസ ഇല്ല. സോ ദാറ്റ് ഇസ് നോട്ട് എ വാലിഡ് കോൺട്രാക്ട്. ഓക്കെ, പിന്നെ അടുത്തത് വാലിഡ് കോൺട്രാക്ട് അല്ല, വാലിഡ് ടെൻഡർ. ഓക്കെ, അടുത്തത് ഒരു വാലിഡ് ടെൻഡർ ആവണമെങ്കിൽ ഗുഡ്സ് മസ്റ്റ് ബി ഷോൺ. ഗുഡ്സ് മസ്റ്റ് ബി ഷോൺ. അതായത് ഇപ്പൊ നോക്കിക്കോളൂ, ബയർ ഷുഡ് ഗെറ്റ് എ ചാൻസ് ടു ചെക്ക് ദ ഗുഡ്സ് വാട്ട് ഈസ് ഗോയിങ് ടു ബൈ. ഉദാഹരണത്തിന് ഇപ്പൊ എ ഈസ് സെല്ലിംഗ് എ ലാപ്ടോപ്പ് ടു ബി. ബി മസ്റ്റ് സീ ദ ലാപ്ടോപ്പ്, അതിനെ പറ്റി മനസ്സിലാക്കണം. സോ ദാറ്റ് ഈസ് ഗുഡ്സ് മസ്റ്റ് ബി ഷോൺ. ഓക്കെ, ഇനി അടുത്തത് tender to one joint promisee. അതായത് ഒരുപാട് ആൾക്കാർക്കാണ് പ്രോമിസ് കൊടുക്കുന്നതെങ്കിൽ ഓഫർ ടു ഒരാൾക്ക് ഓഫർ കൊടുത്താൽ ദാറ്റ് മീൻസ് ഓഫർ ടു ഓൾ. ഓക്കെ, അത്രേ ഉള്ളൂ. ടെൻഡർ ടു വൺ ജോയിന്റ് പ്രോമിസ് ഈസ് ഈക്വൽ ടു വാലിഡ്. അതായത് ഒരുപാട് പേർക്കാണ് നമ്മൾ പ്രോമിസ് കൊടുക്കുന്നതെങ്കിൽ അതിൽ ഒരാൾക്ക് കൊടുത്താൽ ആ പ്രോമിസ് തന്നെയാണ് സെയിം ആയിട്ട് എല്ലാവർക്കും അപ്ലിക്കബിൾ ആവുന്നത്. ഇത്രയാണ് നമ്മുടെ ഒരു വാലിഡ് ടെൻഡറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഒരു പെർഫോമൻസ് ആർക്കാണ് ഡിമാൻഡ് ചെയ്യാൻ പറ്റുക നോക്കാം. ഹു ക്യാൻ ഡിമാൻഡ് എ പെർഫോമൻസ്? അതായത് കോൺട്രാക്ടിൽ ഒരു സർട്ടൻ എ ആൻഡ് ബി പറഞ്ഞാൽ എ ഹാസ് ടു പെർഫോം സംതിങ്, ബി ഹാസ് ടു പെർഫോം സംതിങ്. അപ്പൊ അത് ആർക്കൊക്കെ ഈ കോൺട്രാക്ടിൽ നിങ്ങൾ ചെയ്യൂ എന്ന്, ആ പെർഫോമൻസ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഡിമാൻഡ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മുടെ അടുത്ത് നോക്കുന്നത്. ദാറ്റ് ഈസ് who can demand performance. Okay, that is ആദ്യത്തെ എന്ന് പറഞ്ഞാല് ഇപ്പൊ രണ്ടുപേര് തമ്മിൽ എയും ബിയും തമ്മിൽ
ഒരു കോൺട്രാക്റ്റിലെത്തി. ഇതില് എക്കും ബിക്കും മാത്രമേ ഈ കോൺട്രാക്റ്റിൽ ഡിമാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സി ഔട്ട്സൈഡർ സി അയാൾക്ക് ഇതിൽ യാതൊരു കാര്യമില്ല. ഓക്കെ, അതായത് എയും ബിയും തമ്മിൽ കോൺട്രാക്ട് ഉണ്ട്. ബി കോൺട്രാക്ട് പ്രകാരം ചെയ്തില്ലെങ്കിൽ എക്ക് ബിക്കെതിരെ കേസ് കൊടുക്കാം. പക്ഷെ ഔട്ട്സൈഡർ ആയ സിക്ക് ബിക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല. ഇതാണ് ഇതിൽ പറയുന്ന കാര്യം. ഓക്കെ, ഇനി ഇഫ് ദ റൈറ്റ്സ് ആർ ട്രാൻസ്ഫേർഡ്, ഇപ്പൊ ഉദാഹരണത്തിന് എയും ബിയും തമ്മിലൊരു കോൺട്രാക്റ്റിലെത്തി. ഓക്കെ, ബിക്ക് കിട്ടേണ്ട റൈറ്റ്സിന്റെ ഒക്കെ ഇപ്പൊ അയാൾക്ക് എന്തെങ്കിലും കിട്ടാനുണ്ട്, അതിന്റെ അവകാശം ബി സിക്ക് ട്രാൻസ്ഫർ ചെയ്ത് വെക്കുക. ഓക്കെ, അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇപ്പൊ എ അത് ചെയ്തില്ലെങ്കിൽ സി ക്യാൻ സ്യൂ എ, കേസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, സി ക്യാൻ സ്യൂ അഗൈൻസ്റ്റ് എ. ക്ലിയർ? ഇനി refusal to perform അതെന്താ നോക്കാം. refusal to perform, അതായത് if a party refuses to perform, that is if someone clearly says I won't do the contract, അപ്പൊ അതർ പാർട്ടി ഇപ്പൊ എയും ബിയും തമ്മിൽ ഒരു കോൺട്രാക്റ്റിലേക്ക് എത്തുകയാണ്. എ പറയുകയാണ് ഞാൻ ഈ കോൺട്രാക്ട് പ്രകാരം ചെയ്യില്ല എന്ന് കൃത്യമായി പറഞ്ഞാൽ ബിക്ക് ക്യാൻ എൻഡ് ദാറ്റ് കോൺട്രാക്ട് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, ഇപ്പൊ എ സേസ് ഐ വോണ്ട് ഡെലിവർ ഗുഡ്സ്, ബിക്ക് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇനി അതല്ല, ഈ അതർ പാർട്ടി സ്റ്റിൽ അഗ്രീസ്, ഇനി അത് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഈ കോൺട്രാക്ട് ആയിട്ട് മുന്നോട്ട് പോവാം എന്ന് ബി പറയുകയാണെങ്കിൽ then it is okay, കോൺട്രാക്ട് കണ്ടിന്യൂസ്. അതായത് ഇപ്പൊ ഒരു പാട്ട് പാടുന്ന ഒരാള് ഒരു മാനേജറും അയാളുടെ കീഴിലുള്ള ഒരു സിംഗറും തമ്മിലൊരു കോൺട്രാക്റ്റിലെത്തി. ഇയാള് 10 പാട്ട് പാടണമെന്നാണ് കോൺട്രാക്ട്. ഓക്കെ, 7ാമത്തെ പാട്ട് ഈ സിംഗർ പാടിയില്ല എന്ന് വെക്കുക. അപ്പൊ വേണമെങ്കിൽ മാനേജർക്ക് ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ 7ാമത്തെ പാട്ട് പാടത്തെ കുഴപ്പമില്ല, 8ാമത്തെ പാട്ട് കണ്ടിന്യൂ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂ. ദാറ്റ് ഡിസിഷൻ ക്യാൻ ബി ടേക്കൺ ബൈ ദ മാനേജർ. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരാൾ പെർഫോം ചെയ്യില്ല എന്ന്, കോൺട്രാക്ട് പ്രകാരം പെർഫോം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ മറ്റേ ആൾക്ക് ആ കോൺട്രാക്ട് എൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ല ഓക്കെ ആണ്, ഇത് വെച്ച് നമുക്ക് ഈ കോൺട്രാക്ട് കണ്ടിന്യൂ ചെയ്യാമെന്ന് തീരുമാനിക്കേണ്ട ഓപ്ഷനും ആ മറ്റേ ആൾക്കാണ്. പക്ഷെ ഈ ചെയ്യില്ല എന്ന് പറഞ്ഞ ആൾക്ക് ആ കോൺട്രാക്ട് സ്റ്റോപ്പ് ചെയ്യാനോ കണ്ടിന്യൂ ചെയ്യാനുള്ള അവകാശം അവിടെ ഇല്ല. ക്ലിയർ? ഇനി ഇതിപ്പോ നമ്മൾ ആർക്കൊക്കെ പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യാം എന്നുള്ളതാണ് നോക്കിയത്. നൗ ഹൂ മസ്റ്റ് പെർഫോം, അതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഹൂ മസ്റ്റ് പെർഫോം? ഒബ്വിയസ്ലി പ്രോമിസ് ചെയ്ത ആളാണ് പെർഫോം ചെയ്യേണ്ടത്. അത് പ്രോമിസർ മസ്റ്റ് പെർഫോം. ചില സമയത്തില് ഇപ്പൊ ചില കാര്യങ്ങൾ ഈ വർക്ക് നീഡ് സം സ്കിൽ, അങ്ങനെ ആവുമ്പോൾ ആ പേഴ്സൺ തന്നെ ചെയ്യണം. അതായത് ഒരു ആർട്ടിസ്റ്റ് പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എഗ്രിമെന്റിൽ എത്തി, ഒരു എ ഈസ് എൻ ആർട്ടിസ്റ്റ്, ബിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ആർട്ട് വർക്ക് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടൊരു കോൺട്രാക്റ്റിലെത്തി. അപ്പോ ഈ വർക്ക് എ എന്ന് പറഞ്ഞ ആൾക്ക് ആർട്ട് വർക്ക് ചെയ്യാനുള്ള സ്കില്ലുള്ളതുകൊണ്ടാണ് ഈ കോൺട്രാക്ട് എത്തിയത്. അതുകൊണ്ട് ഈ വർക്ക് എ തന്നെ ചെയ്യണം, എക്ക് വേറൊരു സീനെ അസൈൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എ മസ്റ്റ് ഡു. ഇനി അതല്ല, ഇപ്പൊ എ ബിക്ക് ഒരു 10,000 rupees കൊടുക്കുക എന്നുള്ളതാണ് എന്ത് വന്നിരിക്കുന്നത്, ആ പറഞ്ഞ ഇതിലുള്ള ഓഫർ എന്ന് വെക്കാം, കോൺട്രാക്റ്റിലുള്ളതെന്ന് വെക്കാം. അങ്ങനെ ആകുമ്പോൾ എക്ക് വേണമെങ്കിൽ അത് സിക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് സി ബിക്ക് കൊടുത്താലും ഓക്കെ ആണ്. സോ ദസ് ഇഫ് വർക്ക് നീഡ് സം സ്കിൽ ഓൺലി ദാറ്റ് പേഴ്സൺ മസ്റ്റ് ഡു. ക്ലിയർ? അതാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് devolution of joint liabilities. അതായത് when multiple promises exist, അതായത് ഇപ്പോ എ ബി സി ഇവയെല്ലാം പ്രോമിസേഴ്സ് ആണ്, then all must perform jointly. if ആരെങ്കിലും ഒരാൾ ഇതിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ, ഇപ്പൊ എ മരണപ്പെട്ടു കഴിഞ്ഞാൽ എയുടെ ലീഗലേഴ്സ് പ്ലസ് ബി പ്ലസ് സി അത് പെർഫോം ചെയ്യണം. ഓക്കെ, ഒരു ഇപ്പൊ ഇവര് പ്രോമിസർ ആണ്. ഇപ്പൊ എ ബി സിയും കൂടി പ്രോമിസ് ചെയ്തത് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാന്ന് പ്രോമിസ് എക്സിനെയാണെന്ന് വെക്കാം. എക്സിന് വേണമെങ്കിൽ ഇത് സിയുടെ മാത്രം ഡിമാൻഡ് ചെയ്യാം, ബിയുടെ മാത്രം ഡിമാൻഡ് ചെയ്യാം, ബിയും സിന്റെ ഡിമാൻഡ് ചെയ്യാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ എനി വൺ ഓഫ് ഇപ്പൊ എ ബി സി ആരെങ്കിലും ഒരാളുടെ നിന്ന് ഡിമാൻഡ് ചെയ്യാം, എല്ലാവരെയും
ഡിമാൻഡ് ചെയ്യാം. ഇപ്പൊ ഉദാഹരണത്തിന് ABC എന്ന് പറഞ്ഞാൽ എക്സിന് 6,000 rupees കൊടുക്കാനുണ്ട്. അങ്ങനെ വരുമ്പോ ആസ് പെർ ദിസ് പ്രോമിസ് അങ്ങനെ വരുമ്പോ എക്സിന് ഈ ക്യാൻ ഡിമാൻഡ് ആക്ച്വലി ദ ഫുൾ എമൗണ്ട് ഫ്രം C. അങ്ങനെ വേണം ചെയ്യാം. ഫുൾ എമൗണ്ട് ഫ്രം B ചെയ്യാം, ഫുൾ എമൗണ്ട് ഫ്രം A ചെയ്യാം. അങ്ങനെ വേണേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതേപോലെ ഇപ്പോ സിയുടെ ഇപ്പൊ എക്സ് പറയുന്ന സിയുടെ ഡിമാൻഡ് ചെയ്തിട്ട് C 6,000 rupees കൂടെ കൊടുത്തു നോക്കാം. അപ്പൊ സിക്ക് ശരിക്കും ഒറ്റയ്ക്ക് കൊടുക്കേണ്ടതല്ലോ, അതുകൊണ്ട് ആ ആൾക്ക് ഈ എയുടെയും ബിയുടെയും ആ പൈസ റിക്കവർ ചെയ്യാൻ പറ്റും. ആ ഓപ്ഷൻ കൂടെയിലുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ പറയുന്ന ഈ ഡെവല്യൂഷൻ ഓഫ് ജോയിന്റ് ലയബിലിറ്റീസ് നിങ്ങൾ മനസ്സിലാവും. അതായത് ഇപ്പൊ ABC എന്ന് പറഞ്ഞ 3 ആൾക്കാരോട് ജോയിന്റ് മൾട്ടിപ്പിൾ പ്രോമിസേഴ്സ് ഉണ്ട്. എക്സിനോടാണ് പ്രോമിസ് ചെയ്ത് നോക്കുക 6,000 rupees ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ആ എക്സിന് ക്യാൻ ഡിമാൻഡ് ഇറ്റ് ഫ്രം C അലോൺ, അല്ലെങ്കിൽ ഫ്രം B അലോൺ, അല്ലെങ്കിൽ ഫ്രം A അലോൺ, അല്ലെങ്കിൽ ഒരുമിച്ചും ചെയ്യാം. ഇനി C അലോണിന്റെ കയ്യിൽ നിന്ന് എക്സ് ഡിമാൻഡ് ചെയ്ത് നോക്കുക ആൻഡ് C gives him 6,000 rupees. അപ്പോ ശരിക്കും 6,000 മുഴുവൻ C ഒരുമിച്ച് കൊടുക്കണ്ടല്ലോ, അതുകൊണ്ട് ഈ പൈസയുടെ ഷെയർ എയുടെയും ബിയുടെയും സിന് വാങ്ങാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, ഇതാണ് ഇത് പറയുന്നത്. ഇനി ഇപ്പൊ വേണമെങ്കിൽ അതേപോലെ ഇപ്പൊ ഒരു 3 പ്രോമിസേഴ്സ് ഉണ്ട്, ABC. എക്സ് ആണ് എക്സിന്റെ പ്രോമിസ്, എക്സിന്റെ അടുത്താണ് ഇവർ പ്രോമിസ് ചെയ്ത്. അപ്പൊ എക്സിന് വേണമെങ്കിൽ സിനെ മാത്രം ഈ ഇതൊന്ന് ഒഴിവാക്കാൻ പറ്റും. ഈ പറയുന്ന പ്രോമിസർ എന്ന രീതിയിൽ സിനെ ഒഴിവാക്കാൻ പറ്റും. പക്ഷെ ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് A and B ആർ റിലീസ്ഡ്. അവര് ഇപ്പോഴും ആ പ്രോമിസ് പാലിക്കാൻ ബാധ്യപ്പെട്ടവരാണ്. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇതാണ് അതിന് പറയുന്നത്. ഇനി നമുക്ക് ഓക്കെ, ഇനി അസൈൻമെന്റിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഇതിലൊരു നമുക്കൊരു സർട്ടൻ റൈറ്റ്സ് വി ഹാവ് ടു പെർഫോം അല്ലെ, ഇങ്ങനെ വരുന്നൊരു കോൺട്രാക്റ്റിലായാലും എന്തായാലും. അപ്പൊ ദാറ്റ് റൈറ്റ്സ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ്, അതാണ് പറയുന്നത്. റൈറ്റ്സ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ്. അതായത് ഇപ്പോ എയും ബിയും തമ്മിലൊരു കോൺട്രാക്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് പ്രകാരം ബിയുടെ റൈറ്റ് എന്താണെന്ന് വെച്ചാൽ ബിക്ക് എയുടെ 600 രൂപ കിട്ടാനുണ്ട്. ഈ റൈറ്റ് വേണമെങ്കിൽ ബിക്ക് സിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ സി ക്യാൻ ഡിമാൻഡ് മണി ഫ്രം എ. ഇതാണ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. റൈറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർ. പക്ഷെ ലയബിലിറ്റീസ് cannot ബി അസൈൻഡ് വിത്തൗട്ട് കൺസെന്റ്. അതായത് ഇപ്പൊ എ ആണ് ബിക്ക് പൈസ കൊടുക്കാനുള്ളത് അല്ലെ. അപ്പോ എക്ക് ഇത് ഈ സിനാറി വിട്ടു, AB പുതിയ സിനാറി എടുക്കാം. എ ബിക്ക് 600 rupees കൊടുക്കാനുണ്ട്. ബിക്ക് അത് സീനെ അസൈൻ ചെയ്യാൻ പറ്റില്ല അൺലെസ് ബി എഗ്രീസ്. ഓക്കെ, നീ സീൻ അസൈൻ ചെയ്തോ എന്ന് പറഞ്ഞ് കൺസെന്റ് ഉണ്ടെങ്കിൽ, ബിയുടെ കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ എക്ക് ഇത് സിക്ക് ഈ പറഞ്ഞ ഡ്യൂട്ടി ലയബിലിറ്റി അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പോരെ. ഈ ഒരു ക്ലാസ്സിൽ പെർഫോമൻസിനെ കുറിച്ച് കുറച്ച് അത്ര കൺഫ്യൂസിംഗ് അല്ല കേട്ടോ. വേണേൽ ഒന്നുകൂടി ക്ലാസ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ മോഡൽ ബുക്ക് വായിച്ചാൽ ഇറ്റ് ഇസ് മോർ ദാൻ ഇനഫ്. താങ്ക് യു.